ട്രാക്കിലാണ് നോക്കിയത്. മെയിനായിട്ട് ഈ സൈഡിലൊരു കാന ഉണ്ടതും നമ്മളത് ശ്രദ്ധിച്ചില്ല. കൊല്ലം കിളികൊല്ലൂരിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ നന്ദന സുരേഷിൻ്റെ വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്ങേറ്റം വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. 17 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന മരണ വീടിൽ നിന്നും ഏകദേശം ഒരു 30 മീറ്ററോളം മുന്നേക്ക് വരുമ്പോൾ കാണുന്ന ഈ ഭാഗത്താണ് ഓടയിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മരണത്തിൽ ഒരുപാട് സ്വാഭാവിക മരണമെന്ന് പോലീസ് പറയുമ്പോഴും നാട്ടുകാരും അതോടൊപ്പം ചില ബന്ധുക്കളുമടക്കം അസ്വാഭാവിക മരണമാണെന്നും ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രദേശവാസിയായിട്ടുള്ള മനോജേട്ടനാണ് കൂടെ ഉള്ളത്. ചേട്ടാ, ശരിക്കും ഇന്നലെ എന്താണ് സംഭവിച്ചത്? വ്യാഴാഴ്ച രാത്രി താമസിച്ചായിരുന്നു. ഞാൻ ഇന്നലെ അന്ന് രാത്രി തന്നെ ഞങ്ങളെല്ലാം തിരക്കിയായിരുന്നു. ഇവർ വീട്ടിൽ ഇപ്പോൾ എന്തൊരു വിഷയം കൊണ്ടാണ് ആ തിരിച്ചു വരുന്നത്. ഇതൊരു ലൈൻ കേസ് ആ കുട്ടിക്കുണ്ട്. ആ ലൈൻ കേസ് തന്നെ വേറെ കുട്ടിയായിട്ട് കണ്ട് ഇതെന്താ ഈ കൊച്ചിൻ്റെ കൂട്ടുകാരായിട്ട് കണ്ട് എന്തോ കമ്പനിയായി. അതുപോലെ എന്തോ ചെറിയ പടത്തിലാണ് ഇത് വന്ന് ചെയ്തത്. നന്ദന സുരേഷ് മരിക്കുന്നതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുഡ് ബൈ എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് പോലീസിൻ്റെ കടമയാണ്. കാരണം ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ആയിപ്പോയി, ഇത്തരത്തിലുള്ള കാരണങ്ങൾ പറയുമ്പോഴും സുഹൃത്തുക്കളടക്കം ഈ കാര്യങ്ങളൊക്കെ തന്നെ നിഷേധിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം വഴി കുട്ടിൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് എന്താ ഗുഡ് ബൈ പറയാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. പോലീസ് പറയുന്നത് കാല് തെറ്റി വീണതാകാം. ഇടയ്ക്കിടെ ഫിറ്റ്സ് പോലെ അസുഖം വരാറുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ബോധക്ഷയം വരാറുണ്ടെന്ന് വീട്ടുകാരും അതോടൊപ്പം അധ്യാപകരും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ബോധക്ഷയം സംഭവിക്കുകയോ തലചുറ്റി വീണതാകാമോ എന്നും അല്ലെങ്കിൽ കാൽ വഴുതി വീണതാകാമോ എന്നും സംശയിക്കുന്നുണ്ട്. ചെറിയൊരു അസുഖമുണ്ട്, അതായത് എന്തോ ഓർമ്മക്കുറവ് ഫിക്സ് പോലെ വന്ന് മറിഞ്ഞു വീഴും. ഇത്രയും വീതിയുള്ള റോഡിൽ അങ്ങനെ മറിഞ്ഞു വീഴാൻ സാധ്യത വളരെ കുറവാണ്. ഇത്രയും വീതി കിടക്കില്ലേ, ഇതേ കിടന്ന് ഇപ്പം ഇന്ന് ചെത്തി മാറ്റിയതായി റോഡ്. അങ്ങനെ ഫിക്സ് വന്ന് നേരം സാധ്യത നമ്മളത് അംഗീകരിക്കുന്നില്ല. ഇത് ആത്മഹത്യ ചെയ്യാൻ സാധ്യത എന്നാണ് നമ്മുടെ ഒരു നിഗമനം. അങ്ങനെ ഇത് കണ്ടുപിടിക്കണം. ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള നജീം എന്ന് പറഞ്ഞ ചേട്ടനാണ് കൂടെയുള്ളത്. ഈ മരണത്തിൽ പോലീസ് സ്വാഭാവിക മരണം എന്ന് പറയുമ്പോഴും മറ്റു ചില അസ്വാഭാവികതകൾ ഈ നാട്ടുകാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ചേട്ടൻ നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? അല്ല, ഇതിപ്പോൾ ഇവിടുന്ന് ഫിക്സ് വന്ന് വീണതാണ് പറയുന്നത്. അപ്പം ഇത് നമ്മൾ കണ്ടത് നമ്മുടെ സുഹൃത്തും ഞാനും ഒക്കെയാണ് ആദ്യം ഇറങ്ങി കാണുന്നത്. സംഭവം കാണുന്നത് വെള്ളത്തിനുള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. ചരിഞ്ഞാണ് കിടക്കുന്നത്. കയ്യിലൊരു പിടി പുല്ലുണ്ട്, കയ്യിൽ പിടിച്ചു പറിച്ചു. വീഴാൻ സാധ്യതയാണ് കൂടുതലും കാണുന്നത്. പിന്നെ ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ അവർ പോലീസ് അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് എൻ്റെ സത്യാവസ്ഥ അറിയട്ടെ. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സജീവ് ചേട്ടനാണിത് ഫസ്റ്റ് കാണുന്നത്. ചേട്ടാ, എങ്ങനെയായിരുന്നു കാണുമ്പോൾ? അല്ല, കാണുന്നതെന്ന് പറയുന്നത് നമ്മളൊരു കുട്ടിയെ ഇന്നലെ തൊട്ട് കാണാനില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളെല്ലാം ഇന്നലെ രാത്രിയിൽ നമ്മളെ ഡിവൈയുടെ പിള്ളേർ എല്ലാവരും ഇറങ്ങി ഇവിടെ മൊത്തം തിരക്കിയതാണ്. പക്ഷേ ട്രാക്കിലാണ് നോക്കിയത്. മെയിനായിട്ട് ഈ സൈഡിലൊരു കാന ഉണ്ടതും നമ്മളത് ശ്രദ്ധിച്ചില്ല. അവിടെ കാണാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുള്ളിയെ വിളിപ്പിച്ചിട്ട് ഒരു ചെരുപ്പ് കിട്ടിയെന്ന് പറയുമ്പോൾ ആ ചെരുപ്പിൻ്റെ ഒരു ഇത് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഞങ്ങൾ ആ സമയത്ത് ഇതിൽ കൂടെ ഇറങ്ങി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് എന്തോ ഒരു തുണിക്കെട്ട് പോലെ കിടക്കുന്ന കണ്ടത്. അപ്പോൾ ആ ചെറിയൊരു ഓടയാണ്, ഏകദേശം ഒരടി പോലും അതിന് വീതിയില്ല. അപ്പോൾ അതിനകത്തൊരു കൊച്ചുകുഞ്ഞല്ലേ, 15 വയസ്സെന്ന് പറയുമ്പോൾ അവർക്ക് എന്തുണ്ട്. അപ്പോൾ ആ ഒരു ബോഡി പെട്ടെന്ന് കാണുന്നത്. പിന്നെ അതിൻ്റെ അച്ഛനെ അങ്ങ് മേളിൽ കയറ്റുക. കുട്ടിയുടെ അച്ഛനും ഞാനും ആ സമയത്ത് താഴെ ഉണ്ടായിരുന്നത്. കുട്ടിയുടെ അച്ഛനെ അങ്ങ് മേളിൽ കയറ്റുക എന്നുള്ളതിന് ആദ്യത്തെ ലക്ഷ്യം. കാര്യം ആ സമയത്ത് സിഗ്നൽ ഓണായിരുന്നു, ട്രെയിൻ വരിക. പിന്നെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ മേളിലുണ്ടായിരുന്നവരെ വിളിച്ച് താഴെ ഇറക്കി നേരെ പോലീസിൽ ഇവരെ അറിയിക്കുകയായിരുന്നു. നന്ദനയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം ആയിരക്കണക്കിന് പേരാണ് അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയിരിക്കുന്നത്. അങ്ങേയറ്റം വേദനയോടുകൂടി തന്നെ ഇത്തരം വാർത്തകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതിലുണ്ടാകുന്ന ചില ദുരൂഹതകൾ മറന്നേക്കി പുറത്തു വരേണ്ടതുണ്ട്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിറ്റ്സൺ, വിസ്മയ ന്യൂസ്.